ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് N/P റേഷ്യോയെ പറ്റിയാണ്. N/P അതായത് N എന്ന് പറയുമ്പോൾ ന്യൂട്രോൺസ് എന്നും P എന്നാൽ പ്രോട്ടോൺസ് എന്നാണ് അർത്ഥം. നിങ്ങൾക്കറിയാം, ഈ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ന്യൂക്ലിയസിനകത്ത് കാണുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മുടെ ന്യൂക്ലിയസിനെ പറ്റിയാണ് ഈ പാഠത്തിൽ മൊത്തം പറയുന്നത്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് N/P റേഷ്യോ. അതായത് നമ്മൾ എടുക്കുന്ന ന്യൂക്ലിയസിനകത്തുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെയും എണ്ണത്തെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സംഖ്യ അല്ലെങ്കിൽ ആ ഒരു നമ്പറിനെ വിളിക്കുന്നതാണ് N/P റേഷ്യോ. N/P റേഷ്യോ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എടുക്കുന്ന ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അതിന്റെ N/P റേഷ്യോ. അതിനകത്ത് എത്ര ന്യൂട്രോൺസ് ഉണ്ടോ, എത്ര പ്രോട്ടോൺസ് ഉണ്ടോ, അതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ നമ്പർ എന്ന് വിളിക്കുന്നത് ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഈ N/P റേഷ്യോ നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അറ്റോമിക് നമ്പർ 20 അതിൽ താഴെ, അതായത് ചെറിയ ന്യൂക്ലിയസുകൾക്ക്, അതായത് അറ്റോമിക് നമ്പർ 20 അതിൽ താഴെയുള്ള ന്യൂക്ലിയസിന്റെ കാര്യം പറഞ്ഞാൽ, അവയില് നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും സെയിം ആണ്. 20 അതിൽ താഴെ അറ്റോമിക് നമ്പർ ഉള്ള എലിമെന്റുകളുടെ പ്രത്യേകത, അതിന്റെ ന്യൂക്ലിയസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും മിക്കവാറും എല്ലാം ഒരുപോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ N = P എന്ന് പറയാം. ദെൻ ഇപ്പം 5 എന്നിരിക്കട്ടെ, അപ്പം ന്യൂട്രോണുകൾ 5, പ്രോട്ടോണുകൾ 5, N/P എന്ന് പറയുമ്പോൾ 5/5, ദാറ്റ് ഇസ് 1. അപ്പം അറ്റോമിക് നമ്പർ 20 താഴെയുള്ള ന്യൂക്ലിയസുകളുടെ പ്രത്യേകത, അവയിൽ N/P റേഷ്യോ മിക്കവാറും 1 ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും എണ്ണം തുല്യമാണ്. അന്നേരം ആ റേഷ്യോ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. അങ്ങനെ വരുന്ന ന്യൂക്ലിയസുകൾ ദേ ആർ ഫൗണ്ട് ടു ബി മോർ സ്റ്റേബിൾ. എപ്പോഴാണ്? when the number of neutrons and number of protons are equal, then N/P ratio is said to be 1. And such type of nuclei are said to be very stable. N/P നമ്മൾ എടുക്കുന്ന ന്യൂക്ലിയസിന് N/P റേഷ്യോ 1 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണ്. ഇനി 20 കൂടുതൽ അറ്റോമിക് നമ്പർ വരുന്ന കേസിൽ അതിനകത്ത് സംഭവിക്കുന്നത്, സ്റ്റെബിലിറ്റി വിൽ ഇൻക്രീസ് വിത്ത് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പം അറ്റോമിക് നമ്പർ 20 കൂടുതലുള്ള കേസുകളുടെ കാര്യമാണ് ഇനിയും പറയുന്നത്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 20 കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് എങ്ങനെയാണെന്നോ, ന്യൂട്രോണുകളുടെ എണ്ണം പതിയെ കൂടാൻ തുടങ്ങും, എന്നാൽ പ്രോട്ടോണുകളിൽ വലിയ വ്യത്യാസം കാണാറില്ല. അപ്പം ഈ റേഷ്യോയിൽ ന്യൂമറേറ്ററിനകത്തുള്ള നമ്പറാണ് കൂടുന്നത്. N/P വാല്യൂവിൽ ഈ N എന്നുള്ള, അതായത് ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ ചെറുതായിട്ട് ഇൻക്രീസ് കാണിക്കും, എന്നാൽ പ്രോട്ടോൺസിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എന്ത് പറ്റും? ഈ ന്യൂമറേറ്റർ കൂടുന്നതനുസരിച്ച് ഈ കിട്ടുന്ന 1ൽ നിന്ന് വാല്യൂ കൂടാൻ തുടങ്ങും. ന്യൂമറേറ്ററിൽ എങ്ങനെ ചേഞ്ച് വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഈ കിട്ടുന്ന ആൻസറിലും ചേഞ്ച് വരുന്നത്. അപ്പം ന്യൂട്രോൺസിന്റെ എണ്ണം കൂടുന്തോറും 1 എന്നുള്ള സംഖ്യയും കൂടാൻ തുടങ്ങും. ഏതിലാണ്? 20 എന്നുള്ള അറ്റോമിക് നമ്പറിൽ കൂടുതലുള്ള, അതായത് വലിയ ന്യൂക്ലിയസുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അത്തരം ന്യൂക്ലിയസിൽ N/P റേഷ്യോ 1ൽ നിന്ന് കൂടി എവിടം വരെ പോവാം? 1.6 എന്ന വാല്യൂ വരെ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ 1.6 വരെ കിട്ടുവാണെങ്കിൽ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണ്. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂക്ലിയസ് എടുക്കുക, അതിനകത്തെ N/P റേഷ്യോ എടുത്തപ്പോൾ 1.7 എന്നാണ് കിട്ടിയെങ്കിൽ എനിക്ക് പറയാം ആ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആണ്. 1.6 വരെ മാത്രമേ, അല്ലെങ്കിൽ ആ 1.6 കിട്ടാൻ എത്ര ന്യൂട്രോൺസ് ആണോ എത്ര പ്രോട്ടോൺസ് ആണോ ന്യൂക്ലിയസിനകത്തുള്ളത്, അതാണ് ഒരു സ്റ്റേബിൾ ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ നിന്ന് എണ്ണം കൂടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് പിടിച്ചു വെക്കാൻ പറ്റാതെ വരും, ന്യൂക്ലിയസ് മുറിഞ്ഞു പോകും. അതാണ് 1 to 1.6 വരെ നമുക്ക് ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണെന്ന് പറയാം. അത് 1 to 1.6 തന്നെ 2 കാറ്റഗറിയാണ്, അറ്റോമിക് നമ്പർ 20ക്ക് താഴെയും അറ്റോമിക് നമ്പർ 20ക്ക് മുകളിലും. ഇനി ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രാഫാണ്, അതായത് N/P വാല്യൂ ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോണുകൾ എന്ന് പറയുന്നത്
എന്താണ് അറ്റോമിക് നമ്പറിന് തുല്യം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഓരോ എലമെന്റുകളാണെന്ന് നിങ്ങൾ വിചാരിച്ചേ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഓരോ അറ്റോമിക് നമ്പർ ഉള്ള ഓരോ എലമെന്റുമാണ് ഞാനിങ്ങനെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. 0, 1, 2, 3, 4 ഇങ്ങനെ പോവാന്ന് വിചാരിച്ചേ. അപ്പം അതിനെതിരെ y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് n/p റേഷ്യോ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 20 വരെ, അപ്പൊ ഏകദേശം ഇവിടം വരെ, ഇവിടാണ് 20 വരുന്നത്. അപ്പം 20 വരെ n/p റേഷ്യോ 1 എന്നും പറഞ്ഞു പോകും. കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ടോ? അപ്പൊ 20 വരെയുള്ള എലമെന്റുകളുടെ പ്രത്യേകത അവയുടെ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമാണ്. അതുകൊണ്ട് n/p വാല്യൂ 1 തന്നെ കാണിക്കും. 20 ശേഷം അങ്ങോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് ന്യൂട്രോണുകളുടെ എണ്ണം കൂടാൻ തുടങ്ങും. ഈ n/p റേഷ്യോ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇൻക്രീസ് ചെയ്ത് 1.6 വരെയൊക്കെ പോവും. അതിനുശേഷം പിന്നുള്ള ന്യൂക്ലിയസുകളുടെ കാര്യത്തിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. that nuclei are said to be unstable. അപ്പം ഇതാണ് n/p റേഷ്യോവും അതിന്റെ സിഗ്നിഫിക്കൻസും. അപ്പം സ്റ്റേബിൾ ന്യൂക്ലിയസ് ആണെങ്കിൽ n/p റേഷ്യോ 1 ആണ്. അത് എവിടം വരെ പോവാം? ഇറ്റ് ക്യാൻ ഗോ അപ് ടു 1.6.